എറണാകുളത്തെ ഒരു പ്രമുഖ ഹോസ്പിറ്റലിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോണത്. നമ്മുടെ ഫ്രണ്ടിലുണ്ടായ ഒരു മോശം അനുഭവത്തെ പറ്റി. നമ്മൾ ആരും വിചാരിക്കാത്ത കുറെ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. എനിക്ക് എല്ലാവർക്കും അറിയാവുന്ന ഹോസ്പിറ്റലിനെ പറ്റിയാണ് ഈ പറയാൻ പോണത്. നിങ്ങളുടെ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ തന്നെ. അതെ, നമ്മുടെ ഒരു ഫ്രണ്ടിലുണ്ടായ ഒരു വളരെ മോശം പരിപാടിയാണ് നമുക്കിത് പറയാനുള്ളത്. ഒരാളെ സ്കാനിങ്ങിന് കൊണ്ടുപോയെന്ന് പറഞ്ഞു കൊണ്ടുപോയിട്ട് സ്കാനിങ് റൂമിന്റെ മുമ്പ് നിർത്തിയിട്ട് അവര് പോയി എന്ന് വിളിച്ച് രോഗിയുടെ ഒപ്പം പോയ ആള് വിളിച്ച് ഞങ്ങളെ ഫ്രണ്ട് വിളിച്ചു വരുത്തിയോണ്ട് മാത്രം അവര് വന്ന് അന്വേഷിച്ചത്. അല്ല, ആളവിടെ തന്നെ ഇരുന്ന ഇങ്ങനെയാണ് ഇപ്പൊ കൂടെ ആളില്ലായിരുന്ന രോഗി അവിടെ ഇരുന്ന തന്നേരം. അതെ, ഇത് വളരെ നമ്മളൊന്നും വിചാരിക്കാത്ത കുറെ കാര്യങ്ങളാണ്. മാത്രമല്ല കുറെ കാര്യങ്ങളുണ്ട്. അനുഭവം ഉണ്ടായി. ഒരു ഡോക്ടറിന് രോഗിയുടെ റൂം തെറ്റി പോണ കേസ്, അതെങ്ങനെ വന്നിട്ട് പറയണ വേറെ കാര്യങ്ങൾ. ഒരു രോഗിയുടെ റൂമിൽ വന്നിട്ട് പറയുവാണ് ലെൻസ് ക്ലീൻ ചെയ്തിട്ടുണ്ട്, കവൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ചുമ വരുന്നുണ്ടോ? ചുമ വരുന്നുണ്ട്. ചുമ ചിലപ്പോ വന്നേക്കാം, ഓക്കെ അല്ലേ? ശരിക്കും പറഞ്ഞ ഈ ഒരു കാര്യത്തിനേ അല്ല അവിടെ പോയേക്കുന്ന ആള് കീഹോൾ സർജറി ചെയ്തിട്ട് ആളുടെ പിത്തസഞ്ചിയിലുള്ള കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കേട്ട് പോയേക്കണം. അതിന്റെ സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ അവരെന്ന് ഡോക്ടർ അതേപോലെ പുള്ളി അവിടെ നിന്ന് എസ്കേപ്പ് പോയി കളഞ്ഞു. പുള്ളിക്ക് ആള് പറഞ്ഞിട്ട് വേറെ റൂമിലിട്ടാ പോകണ്ട സുര, ആള് മാറി പോയതാണ്. ഇതിപ്പോ വന്ന് വേറെ എന്തെങ്കിലും ചെയ്ത് വിട്ടിരുന്നെങ്കിൽ അവിടെ ആരും ഇല്ലായിരുന്നു, ഈ പണി കിട്ടാന്. സാധാ ആൾക്കാരാണ് ചെയ്യണോണ്ടല്ലേ ഇതൊക്കെ ഇപ്പോഴും നിലനിന്ന് പോണത്. ഒരു നല്ലൊരാളുടെ അടുത്താണെങ്കിൽ ഇപ്പൊ അങ്ങനെ അവിടെ ജോലിക്ക് ഉണ്ടാവില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് ഈ പാവപ്പെട്ടവര് ഇതിന്റെ പുറകെ നടക്കില്ല എന്ന് ഒരു തോന്നലുണ്ട്. അതാണ് ഈ പ്രശ്നം മൊത്തം ഉണ്ടാവുന്നത്. ഇപ്പൊ എല്ലാവർക്കും ഇതേപോലെ വന്ന് പറയണമെന്നാ അല്ലെങ്കിൽ ഇതേപോലെ സപ്പോർട്ട് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലാവരും ഇതേപോലത്തെ അനുഭവം ഉണ്ടായ ആൾക്കാർ മിണ്ടാണ്ടിരിക്കും. പിന്നെ ഡിസ്ചാർജ് ആവാൻ നേരത്ത് ആള് ട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ട്യൂബ് ആദ്യം ഒരാൾ വന്നിട്ട് പറഞ്ഞ് ട്യൂബ് എടുത്ത് മാറ്റിക്കോ, മാറ്റിയോ കുഴപ്പമില്ലാന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞ് രണ്ടാമത് ആൾ വന്നിട്ട് ട്യൂബ് മാറ്റില്ലേ, വേറെ സ്കാനിങ് കൂടി ഉണ്ട്. അതിന് വേറൊരാൾ വന്ന് ട്യൂബ് മാറ്റിക്കോ. അതിന്റെ ഇടയ്ക്ക് ട്യൂബ് ചേഞ്ച് ചെയ്ത് ട്യൂബ് മാറ്റി വേറൊരു നേഴ്സ് കൊണ്ട് വരിക, എന്തിനാ ട്യൂബ് മാറ്റിയെന്ന്. പിന്നെ നേഴ്സ് ആകുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായി. ഇതെന്താണ് ആൾക്കാരെ വെച്ച് ഇവര് മറ്റേ എന്താണ് പഠിക്കണാണ് ഇവര്. ഒരാളുടെ ജീവന് ഒരു വിലയും കൊടുക്കാത്തോണ്ടല്ലേ അവരിങ്ങനെ കാണിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമുക്കിത് കെട്ടിൽ ഭയങ്കര വിഷമമുണ്ട്. ഇത് ആദ്യം സർജറി എന്ന് പറഞ്ഞാൽ അവർ കുറച്ച് പൈസ മേടിച്ച്, എന്നിട്ട് സർജറിക്ക് വേണ്ടിയിട്ട് സർജറി ചെയ്യാൻ പറ്റിയില്ല. എന്ന് ചില കുറച്ച് പ്രശ്നങ്ങൾ കാരണം സർജറി ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ് സർജറി ചെയ്തില്ല, തിരിച്ചിറക്കി. അത് കഴിഞ്ഞ് ഇവർ കൊടുത്ത പൈസ കുറച്ച് കൂടുതലായിപ്പോയി ഹോസ്പിറ്റലിൽ. നേരെ സർജറി എന്ന് പറഞ്ഞാൽ അവിടെ കൊടുത്തത് അവർ. അപ്പോൾ ഇവർക്ക് ഇങ്ങോട്ട് കുറച്ച് പൈസ മേടിച്ചവർ, മൊത്തമല്ല കുറച്ച് മേടിച്ച്. ആ പൈസ കുറച്ച് തിരിച്ചിങ്ങനെ തരണം, പക്ഷെ അവർക്ക് തരാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ട് അവർ ആ പൈസ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇട്ട് കറക്കി മാക്സിമം അവിടെ ഇട്ട് ആ പൈസ അവിടെ മൊത്തം ആക്കി അതിന്റെ എക്സ്ട്രാ പൈസയും കൂടി പറഞ്ഞ് അവിടെ കിടന്ന് ബഹളമായിരുന്നു. ബഹളാക്കിയിട്ട് പിന്നെ പൈസ കുറച്ചാൽ അതിനകത്തുനിന്ന്. അതിന്റെ മാത്രല്ല അവിടുത്തെ എന്താ പറയാ, അവിടുത്തെ ഫുള്ള് സർവീസ് വൻ ശോകം. ഞങ്ങള് ഫ്രണ്ട് കൂടി പോയത് ഞങ്ങളവിടെ പൊന്നൊന്നും പറയണ്ട. ഞങ്ങളവിടെ ചെന്നപ്പോഴേക്കും നമ്മുടെ ഫ്രണ്ടും അവിടെ ഇരിക്കണ നേഴ്സുമാരായിട്ട് സംസാരിച്ചോണ്ടിരിക്കും. ബില്ലാരും പറഞ്ഞു പെട്ടെന്ന് ഒരു 10,000-70,000 അടയ്ക്കുന്നു പറഞ്ഞാൽ വന്നു. അപ്പൊ നമ്മുടെ ഫ്രണ്ട് പറഞ്ഞ് എനിക്കിത് ഫുള്ള് കിട്ടണമെന്ന് പറഞ്ഞു. ഇത് എങ്ങനെയൊക്കെ ചെലവായിരുന്നു. ഇവര് ഒരു പ്രമുഖ ഹോസ്പിറ്റലാണെന്ന് നിങ്ങൾ ചിന്തിക്കണം കേട്ടോ. ഒരു വെള്ള പേപ്പറിൽ ഇങ്ങനെ നമ്മള് മറ്റേ പലചരക്കടയിൽ പോയിട്ട് സാധനം എഴുതൂലേ, അതുപോലെ ഇന്നത് ചെയ്ത് ഇത്തറുക, ഇന്നത് ചെയ്ത് ഇത്തറുക, എന്നിട്ട് ഇങ്ങനെ വെട്ടി കുറിച്ചൊക്കെ എഴുതിക്കൊണ്ട് നന്നായിക്കണ്. ഒരു എന്താ നിങ്ങൾ കാണിക്കുന്നത് മനസ്സിലാവുന്നത്? സത്യം എമൗണ്ട് പറയാൻ പറ്റില്ല, കറക്റ്റ് എമൗണ്ട് പറയാൻ പറ്റില്ല. എന്ത് പറയാനാ, നമുക്കല്ലോ കഴിച്ചു കയറുണ്ട്. പിന്നെ നമുക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ലാത്ത കാരണം മാത്രം നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ വീഡിയോ ഇടുന്നതിന്റെ കാരണം അത് എല്ലാവരും അറിയുന്നത്. എല്ലാവരും റിയാക്ട് ചെയ്യണം. ഇതേപോലെ വിട്ടുകൊടുത്തിട്ട് ഒരു കാര്യമില്ല. ഇതേപോലെ പിന്നെയും കാണിക്കും, ഓരോന്ന് ഉണ്ടാവും. എന്തൊക്കെ സ്റ്റോറീസാ കേൾക്കണെന്ന് അറിയാമല്ലോ എല്ലാവർക്കും. പല കഥകളും അനുഭവം പറയും, എനിക്ക് ഉറപ്പാണ്. അതെ, കമന്റ് ബോക്സ് അറിയുന്ന ഞങ്ങൾക്ക് ഉറപ്പാ. എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യണം കേട്ടോ മാക്സിമം. അത് എത്തേണ്ടടത്തൊക്കെ എത്തിക്കണതെല്ലാം. ഇതിപ്പോ ഞങ്ങൾക്ക് വേണ്ടി അല്ല പറയുന്നത്, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ് പറയണത്, എല്ലാവർക്കും വേണ്ടി. അപ്പൊ എല്ലാവരും എല്ലായിടത്തോട്ട് എത്തിക്കാൻ നോക്കുക. എല്ലാവർക്കും ഇതേപോലെ പറയാൻ ഉണ്ടാകും കുറെ കാര്യങ്ങൾ. നമ്മള് അവിടെ ചെന്നപ്പോഴേക്ക് ഉള്ളിൽ നിന്ന് വീഡിയോ ഇട്ടല്ലെന്ന് ആലോചിച്ചാ, പക്ഷെ അത് ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ വീഡിയോ എടുത്ത് ഒച്ചപ്പാടുണ്ടായി കഴിഞ്ഞാൽ അത് കേസ് വേറെ. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഒന്നും മിണ്ടിയില്ല. അപ്പൊ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ അവിടെ വെച്ച് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി. നടപടിയാവാത്ത കേസാണ്. അതെ, ഇവിടെ അവിടെ ശരിക്കും ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ വൻ ബിസിനസ് നടക്കണേ. ആൾക്കാർ വെച്ചിട്ട് സത്യമായിട്ട് സീരിയസ് ആയിട്ട് മനുഷ്യന്മാരെ വെച്ചിട്ടുള്ള ബിസിനസ് നടക്കണം. ബാക്കിയുള്ള ഒന്നും പോലെ അല്ല, സീരിയസ് ആയിട്ട്. അതെ, ഇതിന് പണ്ട് എനിക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടൻ
ആൾക്ക് മഞ്ഞപ്പിത്തം കൂടുതലായിട്ട് അവിടെ കൊണ്ടൊക്കെ കിടത്തി ലക്ഷങ്ങൾ പുറത്തുനിന്ന് എവിടെ നിന്നോ മരുന്ന് എത്തിച്ച് ലക്ഷങ്ങൾ അവിടെ ചെലവാക്കിച്ച് ആൾ ICUയിൽ ഇട്ടിട്ട് മനസ്സിലായി കിട്ടില്ല എന്ന്. എന്നിട്ട് നമ്മളെ ഇങ്ങനെ മറ്റേ നമുക്ക് ഹോപ്പ് വന്നുകൊണ്ട് ഇവർ പറയും കിട്ടില്ല എന്ന്. അത് നമ്മളെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. ICUയിൽ ഇട്ടോ കുഴപ്പമില്ല എന്നുള്ള സാധനത്തിലൊന്ന് ലക്ഷങ്ങൾ മുടക്കിയിട്ട് ആളെ കിട്ടാണ്ട് പോയി. കുറേ ഉണ്ട് പറയാനതിനെ പറ്റി. പക്ഷെ നമുക്കറിയില്ല. നിങ്ങൾക്ക് ഇതിനെ കൊണ്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ മെസ്സേജ് അയക്കാം. ഓക്കെ. അതെ.